ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഡ്രില്ലിംഗ് മെഷീൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഡ്രില്ലിംഗ് മെഷീൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ ഒന്നുമല്ല. ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് 775 എന്നൊരു മോട്ടർ കൊണ്ടാണ്. ഇതൊരു DC മോട്ടറാണ്. ഈ മോട്ടർ ഉപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മോട്ടർ മേടിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഈ മോട്ടറിന് മാക്സിമം ഒരു ഔട്ട് വരുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് മേലോട്ട് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ കംപ്ലീറ്റ് ആയി പോകും. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇത് നമ്മുടെ ഹെവി ഡ്യൂട്ടി ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് മെഷീനല്ല. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ഓർമ്മ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മെഷീനെ കട്ട് അതിനെക്കാട്ടി സേഫായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് ഹെവി ഡ്യൂട്ടി ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം തടിയൊക്കെ കഴിക്കാനായാലും ചെറിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് കട്ട് ചെയ്യാനൊക്കെ ആയാലും ഇത് ധാരാളമാവും. അപ്പോൾ എന്തായാലും ഈ മെഷീൻ്റെ പവർ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ അഡാപ്റ്ററാണ്. ഈ 12 വോൾട്ട് 5 ആമ്പിയർ അഡാപ്റ്ററാണ് നിങ്ങളും ചൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അതിന് താഴെയുള്ള ആമ്പിയർ നമ്മൾ ഈ മോട്ടറിനകത്ത് കറക്റ്റായിട്ട് പെർഫോമൻസ് വയ്യത്തില്ല. അപ്പോൾ നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ 12 വോൾട്ട് 5 ആമ്പിയറുള്ള അഡാപ്റ്റർ തന്നെ മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. എന്തായാലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ 775 മോട്ടറിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചക്ക മേടിച്ചിട്ടുണ്ട്. ഈ ചക്ക് വരുന്നത് 6mm ചക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 775 മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6mm ഒരു ഷാഫ്റ്റാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ആ ഷാഫ്റ്റിനകത്ത് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ചക്കുമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചക്കിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കീയും അതുകൊണ്ട് ഒരു LM കീയും വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് നമുക്ക് ഈ ഒരു ചെറിയ പീസ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം തള്ളി കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ LM കീ ഉപയോഗിച്ചിട്ട് സൈഡിലത്തെ ഈ 2 നട്ടും ടൈറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ചക്ക ഈ ഷാഫ്റ്റിലോട്ട് നമുക്കിനി കണക്ട് ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. കയറ്റി കൊണ്ട് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കറക്റ്റായിട്ട് കയറി ജോയിൻ്റ് ആയിരുന്നോളും. ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. ഇനി നമുക്ക് ഇതിൻ്റെ പവറിൻ്റെ സോഴ്സോട് നമുക്കിത് കണക്ട് ചെയ്യാം. ഓക്കെ, അഡാപ്റ്റർ നമുക്ക് ബാക്കിലോട്ട് കുത്തി കൊടുക്കാം. നമ്മൾ അഡാപ്റ്റർ കുത്താനുള്ളൊരു പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റിനകത്ത് കുത്തി കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ മെഷീൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ മെഷീൻ നമുക്കിനി ചാലുവാക്കാം. ഇതിനകത്ത് ഈ പച്ച ബട്ടൺ ഞെക്കാൻ നേരത്ത് ഈ മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങും, കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ നമുക്കിതെപ്പോഴും ഈ പച്ച ബട്ടൺ ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊരു പ്രസ് ബട്ടൺ സ്വിച്ച് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഞാൻ ബാക്കിലായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ഞെക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടിയാണ് ഈ 2 സ്വിച്ച് ഞാൻ ഇതുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമനുസരിച്ച് ഇത് 2 സ്വിച്ച് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിവേഴ്സിന് പോകാനുള്ള സ്വിച്ച് കൊടുത്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ 2 വേ സ്വിച്ച് ഇല്ലായിരുന്നു. 2 വേ സ്വിച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഒരു ഡ്രിൽ ബിറ്റ് ഇട്ട് ചെക്ക് ചെയ്യാം. ഡ്രിൽ ബിറ്റ് ഇടുന്നു. ചക്ക കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് കീ ഉപയോഗിച്ച് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു തടിയുടെ പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഡ്രിൽ ചെയ്ത് നോക്കാം. തടിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ? തടി നല്ല സ്മൂത്തായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഡ്രില്ലിംഗ് മെഷീനകത്ത് മാക്സിമം ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. മെഷീൻ ഓഫ് ആവുന്നുണ്ടോയെന്ന്. മെഷീൻ ഓഫ് ആവുന്നില്ല കേട്ടോ. അതിൻ്റെ അഡ്വാൻസ് ആണ്. കിഴിഞ്ഞ് മാറി, ചെറുകെ കറങ്ങിയാൽ ഇതിട്ട് കിഴിഞ്ഞ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു കട്ടിംഗ് വീൽ ഇട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. കണ്ടില്ലേ, സിമ്പിളായിട്ട് കട്ട് ചെയ്ത് മാറിയത്. അപ്പോൾ ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ചെറിയ പ്ലാസ്റ്റിക് പീസ് കട്ട് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ കുഞ്ഞ് ഡ്രിൽ മെഷീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.